Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. കൃഷിമന്ത്രി പി പ്രസാദിനെ വേദിയിലിരുത്തി വനം വന്യജീവി വകുപ്പിനെതിരെ ആഞ്ഞടിച്ച് പി അൻവർ എം.എൽ.എ. വനം വന്യജീവി വകുപ്പിന്റെ വന്യമൃഗ സംരക്ഷണം മൂലം ഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും എം.എൽ.എ. പറഞ്ഞു. ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ കൃഷി ഉണ്ടാക്കാൻ കഴിയാതെയായപ്പോ ജനങ്ങൾ എന്ത് ചെയ്തു? നമുക്ക് ടെറസിന്റെ മുകളിൽ ഉണ്ടാക്കി നോക്കാന്ന് പറഞ്ഞു. ആനശല്യം, ഈ പറഞ്ഞ പന്നിശല്യം ഒന്നുമില്ല. അപ്പൊ ടെറസിന്റെ മുകളിൽ കൃഷി ഉണ്ടാക്കി പച്ചക്കറി വിളവാകുമ്പോൾ അവിടെ നമ്മുടെ കുരങ്ങന്മാരുടെ ജാഥയാ. അപ്പോൾ ടെറസിന്റെ മുകളിൽ ഉണ്ടാക്കാൻ മാർഗമില്ല. അപ്പൊ നമ്മൾ ഈ കൃഷിയെക്കുറിച്ച് എത്ര പഠിപ്പിച്ചിട്ടും എത്ര അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി സഖാവ് പ്രസാദ് അവർ തല കുത്തി മറിഞ്ഞിട്ടും ഒരു കാര്യവും ഇവിടെ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾ പിന്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ നഷ്ടക്കച്ചവടം എന്താണ് എന്ന് ജനങ്ങളോട് ചോദിച്ചാൽ കണ്ണ് പൂട്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളോട് പറയും അത് കൃഷിയാണ്. ആ അവസ്ഥയിലേക്ക് നമ്മളെ നാടിനെ എത്തിച്ചിരിക്കുന്നത് ഇവിടുത്തെ വനം വന്യജീവി വകുപ്പാണ്. ഭൂമിയിൽ വന്യമൃഗശല്യം, വീടിന്റെ ടെറസുകളിൽ കുരങ്ങുകളാണ് കൃഷി നശിപ്പിക്കുന്നത്. മന്ത്രി പി പ്രസാദ് തലകുത്തിമറിഞ്ഞ് പരിശ്രമിച്ചാലും കേരളത്തിൽ കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 4 പേരാണ് വന്യമൃഗാക്രമണം മൂലം മരിച്ചത്. വനഭേദഗതി നിയമം വരുന്നതോടെ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള മുണ്ടേരി കുട്ടിക്കടവ് ഫാമുകളിലേക്കുള്ള ജലസേചനം മുടങ്ങും. പുഴകൾ വനംവകുപ്പിന്റേതായി മാറും. അതിനാൽ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ മന്ത്രി വനം ഭേദഗതി ബില്ലിനെതിരെ രംഗത്ത് വരണമെന്നും എം.എൽ.എ. ആവശ്യപ്പെട്ടു. ഈ ആഴ്ച 4 ആളെ ചവിട്ടിക്കൊന്നു കേരളത്തിൽ. 4 ആളെ 3 സ്ഥലത്ത് ഞാൻ മരിച്ചെടുത്ത് ഞാൻ പോയി. അപ്പൊ ഇനിയിപ്പോ അടുത്ത നിയമം വരുന്നുണ്ട്, അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഒരു വന നിയമ ഭേദഗതി ബില്ല് വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കഷ്ടപ്പെട്ട് കുറച്ച് കൃഷിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നനക്കുന്ന എവിടെന്നാ? ഈ ചാലിയാർപ്പുഴയിൽ നിന്ന് വെള്ളം എടുത്തിട്ടാ. എടുക്കാൻ എന്താണ്? എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ഈ പഞ്ചായത്തിന്റെ അധികാര പരിധിയിൽപ്പെടുന്ന പുഴയിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള അധികാരം പഞ്ചായത്തിനുണ്ട്. അപ്പൊ കേരളത്തിലെ മുഴുവൻ വാട്ടർ സോഴ്സുകളുടെയും അധികാരം ഫോറസ്റ്റിന് കൈമാറാൻ പോവുക ഈ ഭേദഗതി ബില്ല് ഇവിടെ പാസ്സായാൽ. ഒരു തുള്ളി വെള്ളം എടുക്കണമെങ്കിൽ ഒരു വ്യക്തിക്കോ ഒരു സ്ഥാപനത്തിനോ ഒരു ഗവൺമെന്റിനോ ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല ഈ ഭേദഗതി പാസ്സായാൽ. എന്താ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഫോറസ്റ്റുകാർ പറയുന്നത് ഈ പുഴ ആരംഭിക്കുന്ന ഇവിടുന്ന് കാട്ടുന്നല്ലേ. അപ്പം ഇതിന്റെ ഉറവിടം കാടാണ്, ഞങ്ങളുടെ വെള്ളമാണ്, അത് ഒഴുകിപ്പോവാണ്. അതുകൊണ്ട് അതിന്റെ അതോറിറ്റി അവർക്കാണ്. ചൂണ്ടലിട്ട 25,000 ഫൈനുള്ളൂ. മനസ്സിലായില്ലേ? ഒരു തരി മണലെടുക്കാൻ പറ്റില്ല, മണ്ണെടുക്കാൻ. ഇപ്പൊ തന്നെ എന്താ സ്ഥിതി? 2 ആൾക്ക് ഉയരത്തിലെ മണ്ണും മണലും പുഴയിൽ. മഴ പെയ്താ അപ്പൊ വെള്ളപ്പൊക്ക, തൊടാൻ പാടില്ല. പിന്നെ ചെറിയൊരു കാര്യം കൂടി ഉണ്ട്. അതിന്റെ ഒപ്പം നിങ്ങൾ ഇതിന് വല്ല സമരം ചെയ്താൽ അപ്പൊ തൂക്കിപ്പോകും. എന്താ അമെന്റ്മെന്റ് അറിയാം? CRPC എടുത്തിട്ട് ഫോറസ്റ്റിന് കൊടുക്കുക. ഇപ്പം ഫോറസ്റ്റിനെതിരെ എന്തെങ്കിലും ഒരു പ്രതിഷേധമുണ്ടായാൽ, ആളുകൾ ഇടപെട്ടാൽ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയാണ് അവർ പോലീസിൽ പെറ്റീഷൻ കൊടുക്കണം. ആ പോലീസിൽ പെറ്റീഷൻ കൊടുത്തിട്ട് അവിടുന്ന് പോലീസ് വന്ന് അന്വേഷിച്ചിട്ട് FIR ഇട്ടിട്ട് തെറ്റാണെങ്കിൽ പ്രതിയാണെങ്കിൽ കൊണ്ടുപോകും. ഒരാവശ്യമില്ല. ഫോറസ്റ്റുകാരെ കണ്ണിലേക്ക് നോക്കിയാൽ കേസെടുത്ത് റിമാൻഡ് ചെയ്യും. ഇനി പന്നിനെയും പൂച്ചനെയൊക്കെ നിങ്ങൾ കളിയാക്കുന്ന ശ്രദ്ധിച്ചോളൂ. മനസ്സിലായില്ലേ? അവിടത്തേക്കാ പോണത്. ആ നാട്ടിലാണ് നമ്മൾ ഈ കൃഷി ഉണ്ടാക്കാൻ നടക്കുന്നത്. അപ്പൊ അത് നടക്കൂല. ഇപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി ഈ മന്ത്രിസഭയിലുള്ള മന്ത്രിയാണ്. നിയമസഭാ സമ്മേളനം വരാൻ പോവാണ്. നല്ല കൃഷിക്കാരനാണ് മൂപ്പർക്ക് അറിയാം. മൂപ്പർക്ക് പിന്നെ പന്നിന്റെ ശല്യമുള്ളൂ, ആലപ്പുഴ വനമില്ലാത്തത്. അത് മാത്രം സഹിച്ചാൽ മതി, അതിനെ സഹിക്കാൻ കഴിയില്ല. പി അബ്ദുൽ വഹാബ് MP, ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K റഫീഖ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു എം.എൽ.എയുടെ പ്രസംഗം. ഈസ്റ്റ് ലൈവ്, എടക്കര.